നമസ്കാരം. എല്ലാവർക്കും ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. നമ്മൾ വളരെ വ്യത്യസ്തമായ വിഷയങ്ങളാണ് ചെയ്തു പോകുന്നത്. ഒരു കൗതുക വാർത്തയാണ് ഇപ്പോൾ പറയുന്നത്. കൗതുകം എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ സമ്മേളനം ഉടനെ വരാൻ പോകുന്നു. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ? നിയമപരമായി അദ്ദേഹത്തിന് പങ്കെടുക്കാം. MLA ആണ്, ഇപ്പോഴും രാജിവെച്ചിട്ടില്ല, പുറത്താക്കിയിട്ടുമില്ല. MLA സ്ഥാനത്തു നിന്നും പുറത്താക്കിയാലും അദ്ദേഹത്തിന് നിൽക്കാം. കാരണം കാല് മാറിയാലേ പ്രശ്നം വരുള്ളൂ. കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാൽ അദ്ദേഹം MLA ആയിട്ട് നിൽക്കാൻ പറ്റും. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. അപ്പോൾ പിന്നെ ഇനി എന്താ പരിപാടി? അപ്പോൾ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കത്ത് പ്രതിപക്ഷ നേതാവ് ആർക്ക് കൊടുക്കണം? സ്പീക്കർ ഷംസീറിന് കൊടുക്കണം. അത് കൊടുക്കും എന്ന് VD സതീശൻ പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ കത്ത് കൊടുത്തു കഴിയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ നിരയിലിരിക്കാൻ പറ്റത്തില്ല. പിന്നെ സ്വതന്ത്രമായിട്ടായിരിക്കും സീറ്റ്. അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട്. സമയം കിട്ടത്തില്ല സംസാരിക്കാൻ. ഒരു സ്വതന്ത്രന് എന്തെങ്കിലും സംസാരിക്കാൻ പറ്റൂ? ആരുടെയും ഇപ്പോൾ KK രമയൊക്കെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ KK രമ കോൺഗ്രസ്സിന് കിട്ടുന്ന കുറേ സമയത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സമയം വാങ്ങിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസ്സുകാർ UDFകാരും ഇനിയിപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് സമയം വാങ്ങിച്ചു കൊടുക്കുമോ? ഇല്ല. പിന്നെ CPMകാരുടെ ഒരു കാരുണ്യത്തിൽ ഇയാൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതിനെ വടക്കാക്കി തനിക്കാക്കി വടക്കാക്കി അതിനെ ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി പേപ്പട്ടിയെ പൂച്ചക്കുട്ടിയാക്കിയൊക്കെ കൊണ്ടുപോകുന്ന പരിപാടികളുണ്ടല്ലോ. അതും കൂടെയൊക്കെ ചേർന്നാണല്ലോ പൊളിറ്റിക്സ്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന് ചെറിയ സമയമൊക്കെ കൊടുക്കുമോ എന്നുള്ളത് അറിയില്ല നമുക്ക്. എന്തായാലും അദ്ദേഹത്തിന് സമയം കിട്ടില്ല. ഇനി സമരം നടക്കുമോ എന്നറിയില്ല. പുള്ളി തിരുവനന്തപുരത്ത് കാലുകുത്തുമ്പോൾ തന്നെ സമരം നടക്കുമോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? DYFI ഉണ്ട്, CPM ഉണ്ട്, AYF ഉണ്ട്, അങ്ങനെ ഒരുപാട് CPI ഉണ്ട്, ഒരുപാട് കക്ഷികളില്ലേ. അവർ സമരം ചെയ്യുമല്ലേ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതും അറിയത്തില്ല, പങ്കെടുക്കുമല്ലോ എന്നറിയത്തില്ല. ഇതിനിടയ്ക്ക് സണ്ണി ജോസഫ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ ആവശ്യമായ സംരക്ഷണം നൽകണം MLA എന്നുള്ള നിലയിൽ. അപ്പോൾ ഒരു വശത്ത് സംരക്ഷണം നൽകണമെന്ന് പറയുന്നു, ഒരു വശത്ത് കത്ത് കൊടുക്കുമെന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ്. അപ്പോൾ KPCCക്കകത്ത് തന്നെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച്. എന്തായാലും നമുക്ക് രാഹുൽ മാങ്കൂട്ടം കുറച്ചൊരു വളരെ ഡൈനാമിക്കായി നിന്നിട്ടുള്ളൊരു നേതാവാണ്. അതേപോലെ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു പരിക്ക് പുള്ളിക്ക് മാനസികമായിട്ടുണ്ടാകാം, ഒരു സംഘർഷം ഉണ്ടാകാം. കാരണം വീട്ടിൽ ഉറങ്ങേണ്ട കാര്യമില്ല, എപ്പോഴും റെസ്റ്റാണ്. അപ്പോൾ ബോഡിക്കും ഒരുപാട് റെസ്റ്റിൻ്റെ ആവശ്യമില്ല. പിന്നെ വായനയ്ക്കൊക്കെ ഒരു പരിധിയുണ്ട്. പിന്നെ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനുള്ളത്, ഇത് വായിച്ച് തീർക്കുക, അല്ലെങ്കിൽ എഴുതി തീർക്കുക, പുസ്തകമൊക്കെ എഴുതാമല്ലോ. നിങ്ങളുടെ അനുഭവമൊക്കെ അല്ലെങ്കിൽ ലോകത്തെ കാര്യങ്ങളൊക്കെ വരുത്തി ഇപ്പം നെറ്റൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉപയോഗിച്ചൊക്കെ ചെയ്യാം. പക്ഷേ എന്തായാലും ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ആയിപ്പോയതിൽ നമുക്ക് ദുഃഖമുണ്ട്. നമുക്ക് വീഡിയോസ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കാനും കഴിയില്ല, തിരുത്ത് വരേണ്ടതുമാണ്. പക്ഷേ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. വരാനാണ് സാധ്യത. വന്നാൽ എങ്ങനെയാണ് മറ്റുള്ളവർ ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമുക്ക് എന്തായാലും കാണാൻ പോകുന്ന പൂരത്തെക്കുറിച്ച് നമ്മളിപ്പോഴേ ആശങ്കപ്പെടേണ്ട. വരട്ടെ, എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അസംബ്ലിയിൽ എത്തുമോ, എവിടെയാണ് സീറ്റ്, അദ്ദേഹത്തിന് സംസാരിക്കാൻ സമയം കൊടുക്കുമോ, എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.